പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 4 ശനിയാഴ്ച. 2 ശമൂവേൽ 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ ദാസനായ ദാവീദിൻ്റെ കൈകൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ ഫെലിസ്ത്യർ മുതലായ സകല ശത്രുക്കളുടെ കയ്യിൽ നിരക്ഷിക്കുമെന്ന് യഹോവ ദാവീദിനെ കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഓരോ പ്രഭാതവും ദൈവം നമ്മുടെ ജീവിതത്തിൽ തുറന്നിടുന്ന പുതിയൊരു ജനാലയം. രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുന്നു. ഇപ്പോൾ അത് ചെയ്തുകൊള്ളുവിൻ. ഇതൊരു നിർദ്ദേശം മാത്രമല്ല, സ്വർഗത്തിൻ്റെ വിളിയാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ദൈവഹിതത്തിലേക്ക് ഉണരാനുള്ള ആത്മാവിൻ്റെ കാഹളമാണ്. ദൈവം ദാവീദിനെ രാജാവാക്കുമെന്ന് വളരെ മുൻപേ വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ വർഷങ്ങൾ കടന്നുപോയി, സാഹചര്യങ്ങൾ മാറി, മനുഷ്യരുടെ ചിന്തകൾ മാറി, മാറാതെയിരുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമായിരുന്നു. അപ്പോൾ അബ്നേർ ജനത്തോട് പറയുന്നു, ഇപ്പോൾ അത് ചെയ്തുകൊള്ളേ. ദൈവം പറയുന്ന സമയം എത്തിയിരിക്കുന്നു, ഇനി വൈകിക്കരുത്. നമ്മുടെ ജീവിതത്തിലും എത്രയോ ഇപ്പോളുകൾ നാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഹൃദയത്തിൽ ക്ഷമിക്കാൻ ദൈവം പറഞ്ഞപ്പോൾ നാം പറഞ്ഞു, കുറച്ചു കാലം കഴിഞ്ഞിട്ടാകട്ടെ. പ്രാർത്ഥനയ്ക്കായി ദൈവം വിളിച്ചപ്പോൾ നാം പറഞ്ഞു, തിരക്കുകൾ തീരട്ടെ. ശുശ്രൂഷയ്ക്ക് ദൈവം കൈനീട്ടിയപ്പോൾ നാം പറഞ്ഞു, പിന്നീട് നോക്കാം. പക്ഷെ ദൈവം പലപ്പോഴും സംസാരിക്കുന്നത് ഇപ്പോൾ എന്ന ഭാഷയിലാണ്. ദൈവത്തിൻ്റെ ശബ്ദം നാളെയുടെ കലണ്ടറിലല്ല കേൾക്കുന്നത്, അത് ഇന്നിൻ്റെ നിമിഷങ്ങളിലാണ് മുഴങ്ങുന്നത്. വിത്ത് വിതയ്ക്കേണ്ട കാലം കഴിഞ്ഞാൽ വിളവ് തരില്ലല്ലോ. മഴ പെയ്യേണ്ട സമയത്ത് പെയ്തില്ലെങ്കിൽ ഭൂമി വരണ്ടു പോകുമല്ലോ. കപ്പൽ തുറമുഖം വിട്ടുപോയാൽ വൈകിയെത്തുന്ന യാത്രക്കാരന് വിഷമം മാത്രമേ ശേഷിക്കുകയുള്ളല്ലോ. അതുപോലെ ദൈവം തുറക്കുന്ന അവസരങ്ങളുടെ വാതിൽ എന്നേക്കുമായി തുറന്നു കിടക്കില്ല. കൃപയുടെ സമയം തിരിച്ചറിയുന്നവരാണ് അനുഗ്രഹത്തിൻ്റെ പാത കണ്ടെത്തുന്നത്. ഈ വചനത്തിലെ ഏറ്റവും മനോഹരമായ സത്യം ഇതാണ്: ദൈവം ദാവീദിനെ ഉയർത്തിയത് ഒരു സിംഹാസനത്തിന് വേണ്ടിയല്ല, ഒരു ജനതയുടെ രക്ഷയ്ക്കു വേണ്ടിയായിരുന്നു. ദൈവം ഒരാളെ അനുഗ്രഹിക്കുന്നത് അയാൾക്ക് മഹത്വം നൽകാൻ, അതിനേക്കാളൊക്കെ ഉപരി അവരിലൂടെ മറ്റുള്ളവർക്ക് പ്രത്യാശ ഒഴുക്കുവാനാണ്. അതുകൊണ്ട് നാം ചോദിക്കണം, എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഗ്രഹത്തിൻ്റെ ഉറവയാണോ? ഇന്ന് പ്രഭാതത്തിൽ ദൈവം ഓരോ ഹൃദയത്തെയും പേര് ചൊല്ലി വിളിക്കുന്നു. ഇപ്പോൾ തന്നെ എന്നിലേക്ക് വരിക. നിന്റെ പ്രാർത്ഥന വൈകിക്കരുത്. ഇപ്പോൾ തന്നെ ക്ഷമിക്കുക. നിന്റെ ഹൃദയത്തിലെ ഭാരം ഇറക്കി വയ്ക്കുക. ഇപ്പോൾ തന്നെ വിശ്വസിക്കുക, അസാധ്യങ്ങളെ ഞാൻ സാധ്യമാക്കും. ഇപ്പോൾ തന്നെ എഴുന്നേൽക്കുക, ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വഴിയിലേക്ക് നടക്കുക. ഈ പ്രഭാതം ഒരു പുതിയ സൂര്യോദയം മാത്രമല്ല, നമ്മുടെ ആത്മാവിൻ്റെ പുതിയ ഉദയവുമാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പിന്നീട് എന്ന വാക്ക് ഉപയോഗിക്കാതെ ഇരിക്കുക. ഇപ്പോൾ കർത്താവേ എന്ന അനുസരണത്തിൻ്റെ ഗാനം ഉയരട്ടെ. കാരണം ദൈവത്തിൻ്റെ മഹത്തായ അത്ഭുതങ്ങൾ പലപ്പോഴും ആരംഭിക്കുന്നത് ചെറിയ ഒരു അനുസരണത്തിൽ നിന്നാണ്. ഇപ്പോൾ അത് ചെയ്തുകൊള്ളുക. ഈ വചനം ഇന്നത്തെ മുഴുവൻ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. നമ്മുടെ ജീവിതത്തെ അതിന് തക്കതായി നമുക്ക് പരിവർത്തിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പുതിയ പ്രഭാതവും ജീവൻ്റെ ദാനവും ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇപ്പോൾ അത് ചെയ്തുകൊള്ളുവിൻ എന്ന വിളി കേൾക്കുവാൻ, അനുസരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കാൻ, അങ്ങയുടെ ഹിതം നിറവേറ്റുന്ന ജീവൻ നയിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.